വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ 2000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ജൂൺ 24-ന്. ഇതോടെ സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ ആകെ കടമെടുപ്പ് 12,000 കോടിയായി. സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നത്. 2000 കോടിയാണ് ഇത്തവണ കടപ്പത്ര ലേലത്തിലൂടെ സ്വരൂപിക്കുക. ജൂൺ 24-ന് മുംബൈ ഫോർട്ടിലുള്ള റിസർവ് ബാങ്ക് ഓഫീസിൽ ഈ കുബേർ പ്ലാറ്റ്ഫോം വഴിയാണ് കടപ്പത്ര ലേലം നടക്കുക. പതിവ് പോലെ ശമ്പളവും പെൻഷനും നൽകാൻ തന്നെയാണ് പുതിയ കടമെടുപ്പും സർക്കാർ നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ സർക്കാർ 3000 കോടി കടമെടുത്തിരുന്നു. മെയ് മാസത്തിലാകട്ടെ 4000 കോടിയാണ് കടമെടുത്തത്. ജൂണിൽ 2 തവണയായി കടമെടുക്കുന്നത് 5000 കോടിയും. അങ്ങനെ 2025-26 സാമ്പത്തിക വർഷം ഇതുവരെ ആകെ മൊത്തം 5 തവണയായി 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. സംസ്ഥാനത്തിന് വലിയ കടബാധ്യതയില്ലെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിക്കുന്നതിനിടെ ആകെ കടം 6 ലക്ഷം കോടിയിലെത്തി നിൽക്കുകയാണ്. പെൻഷൻ കമ്പനിയുടെ ബാധ്യത, കിഫ്ബി വഴിയുള്ള വായ്പ എന്നിവയാണ് കേരളത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടിയായി ഉയർത്തിയത്. ഇതിനു പുറമെ ജീവനക്കാർ, പെൻഷൻകാർ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകൾ, തൊഴിലാളി ക്ഷേമം, കരാറുകാർ എന്നീ മേഖലകളിൽ 2 ലക്ഷം കോടിയുടെ കുടിശ്ശിക നൽകാനും സർക്കാരിന് ബാക്കിയുണ്ട്. ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 8,276 കോടിയുടെ വർധനവിന് കേന്ദ്രം അനുമതി നൽകിയതാണ് സംസ്ഥാനത്തിന് ആശ്വാസമായത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.